എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോഗ്രഫിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രിപ്റ്റോഗ്രഫി ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്? സീക്രട്ട് റൈറ്റിംഗ് എന്നാണ്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു സീക്രട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്യൂർ ആയിട്ട് എത്തണമെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ ഒരു സീക്രട്ട് ഫോമിലാക്കിയിട്ട് റിസീവറിലേക്ക് എത്തിക്കുന്നതാണ് എന്ത് ക്രിപ്റ്റോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി അച്ചീവ് ചെയ്യുക ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ചിട്ടാണ്. അറ്റാക്സ് ഒന്നും വരാതെ സെക്യൂർ ആയിട്ട് റിസീവറിലേക്ക് എത്തിക്കാൻ വേണ്ടി മെസ്സേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ക്രിപ്റ്റോഗ്രഫിയുടെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻഡർ കാണാൻ കഴിയും അല്ലേ, അതുപോലെ തന്നെ റിസീവർ കാണാൻ കഴിയും. ദെൻ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് സെൻഡറിൽ നിന്ന് വരുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ സീക്രട്ട് ഫോമിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതാണ് എന്ത് എൻക്രിപ്ഷൻ. ദെൻ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തതിനെ സീക്രട്ട് റൈറ്റിംഗ് ചെയ്യുന്ന ആ ഒരു മെസ്സേജിനെ പറയുന്ന പേരാണെന്ത് സീഫർ ടെക്സ്റ്റ്. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് സീക്രട്ട് ഫോമിലേക്ക് മാറ്റിയതിനെ സീഫർ ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ ആ സീഫർ ടെക്സ്റ്റിനെ വീണ്ടും പഴയ ഫോമിലേക്ക് മാറ്റുന്നതിന്, അതായത് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് മാറ്റുന്നതിന് എന്ത് പറയും? ഡീക്രിപ്ഷൻ എന്ന് പറയും. സോ സെൻഡറിൽ നിന്ന് വരുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്ഷൻ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് സീഫർ ടെക്സ്റ്റ് ആക്കുന്നു. ദെൻ ഡീക്രിപ്ഷൻ നടത്തുന്നു, വീണ്ടും പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി അത് റിസീവറിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ്, എന്താണ് സീഫർ ടെക്സ്റ്റ് എന്ന് നോക്കാം. നമ്മുടെ ഒറിജിനൽ മെസ്സേജ് ആണെന്ത് പ്ലെയിൻ ടെക്സ്റ്റ്. എന്താണ് നമുക്ക് റിസീവറിലേക്ക് എത്തിക്കേണ്ടത്, അതിനെയാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെക്യൂർ ആക്കുന്ന, ട്രാൻസ്ഫോം ആക്കുന്ന ഒറിജിനൽ മെസ്സേജിനാണ് എന്ത് പറയാ? പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയാം. സോ നമ്മളുടെ ഒറിജിനൽ മെസ്സേജ് ആണ് ശരിക്കും എന്ത് പ്ലെയിൻ ടെക്സ്റ്റ്. മെസ്സേജ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണെന്ത് സീഫർ ടെക്സ്റ്റ് അല്ലേ. അപ്പം ഒറിജിനൽ മെസ്സേജ് എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ്, അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണെന്ത് സീഫർ ടെക്സ്റ്റ്. എൻക്രിപ്ഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് പ്ലെയിൻ ടെക്സ്റ്റിനെ സീഫർ ടെക്സ്റ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ ഡീക്രിപ്ഷൻ അൽഗോരിതം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? സീഫർ ടെക്സ്റ്റിനെ തിരിച്ച് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കുന്നത്. ഇവിടെ സെൻഡർ എൻക്രിപ്ഷൻ അൽഗോരിതവും റിസീവർ ഡീക്രിപ്ഷൻ അൽഗോരിതവും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീഫർ എന്ന ടേം എന്താണെന്ന് നോക്കാം. എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ അൽഗോരിതത്തിന് പറയുന്ന പേരാണെന്ത് സീഫർ അല്ലേ. എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ അൽഗോരിതത്തിന് പറയുന്ന പേരാണെന്ത് സീഫർ. ക്രിപ്റ്റോഗ്രഫിയിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറി അൽഗോരിതംസ് ഉണ്ട്. എൻക്രിപ്ഷന് വേണ്ടിയിട്ടും ഡീക്രിപ്ഷന് വേണ്ടിയിട്ടും ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. അതിനെ റെഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണെന്ത് സീഫർ. നെക്സ്റ്റ് കീ എന്താണെന്ന് നോക്കാം. കീ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. പ്ലെയിൻ ടെക്സ്റ്റിനെ സീഫർ ടെക്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണെന്ത് കീ. മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ നമ്മൾക്കൊരു എൻക്രിപ്ഷൻ അൽഗോരിതം, എൻക്രിപ്ഷൻ കീ കൂടാതെ പ്ലെയിൻ ടെക്സ്റ്റും ഉണ്ടായിരിക്കും. അതുപോലെ മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡീക്രിപ്ഷൻ അൽഗോരിതം, ഡീക്രിപ്ഷൻ കീ, ദെൻ സീഫർ ടെക്സ്റ്റ് തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ക്രിപ്റ്റോഗ്രഫിയെ നമുക്ക് രണ്ട് കാറ്റഗറിയാക്കി തിരിക്കാൻ പറ്റും. സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയും അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയും. അപ്പം ഈ സിമെട്രിക് കീ ചെയ്യുന്നത് ഒരു സീക്രട്ട് കീ യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ അസിമെട്രിക് കീയിൽ പബ്ലിക് കീ ആണെന്ത് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് നോക്കാം. ഇവിടെ ഒരു സീക്രട്ട് കീ ആണെന്ത് യൂസ് ചെയ്യുന്നത്. സെൻഡറും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആലീസ് സെൻഡർ ആണ്, ബോബ് റിസീവർ ആണ് അല്ലേ. അപ്പം സെൻഡറും റിസീവറും അല്ലേ, ഈ ബോത്ത് പാർട്ടീസ് ആലീസും അതുപോലെ തന്നെ ബോബും എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും സെയിം കീ തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്. സോ ആലീസും ബോബുലെ സെൻഡറും റിസീവറും ഒക്കെ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും സെയിം കീ തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്. സെൻഡർ കീയും എൻക്രിപ്ഷൻ അൽഗോരിതവും യൂസ് ചെയ്തിട്ട് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യും. റിസീവറിലെ അതേ കീയും പിന്നെ ഡീക്രിപ്ഷൻ അൽഗോരിതം വെച്ച് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യും. നമ്മുടെ സെൻഡറിലെ അതായത് ആലീസിലെ, അതായത്
കീയും അതുപോലെ തന്നെ എൻക്രിപ്ഷൻ അൽഗോരിതവും വെച്ചിട്ട് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യും. ദെൻ റിസീവറിലെ അതായത് ബോബ് അതേ കീയും പിന്നെ ഡീക്രിപ്ഷൻ അൽഗോരിതം വെച്ച് എന്ത് ചെയ്യും, ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ ഒരു പബ്ലിക് കീയും ഉണ്ടായിരിക്കും, പ്രൈവറ്റ് കീയും ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ്, ഒരു പബ്ലിക് കീ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രൈവറ്റ് കീയും ഉണ്ടായിരിക്കും. പ്രൈവറ്റ് കീ റിസീവറിന്റെ കയ്യിലും പബ്ലിക് കീ പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. സോ പ്രൈവറ്റ് കീ റിസീവറിന്റെ കയ്യിലും അതേപോലെ തന്നെ പബ്ലിക് കീ എന്താണ്, പബ്ലിക്കലി അനൗൺസ് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു എക്സാമ്പിള് ആലീസിലെ, ആലീസാണ് നമ്മളെ സെൻഡർ. ആലീസ് ഒരു മെസ്സേജ് ബോബിന് സെൻഡ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ബോബ് കാണാം. അപ്പോൾ ആലീസ് എന്താണ്, ഒരു മെസ്സേജ് ഈ ഒരു ബോബിന് സെൻഡ് ചെയ്യുകയാണ്. ഇവിടെ ആലീസിന്റെ കയ്യിൽ ഉണ്ടാവുക പബ്ലിക് കീ ആണ്. സോ ആലീസിന്റെ കയ്യിൽ എന്താ ഉണ്ടാവുക, പബ്ലിക് കീ ആണ്. എന്നാൽ ഇവിടെ ബോബിന്റെ കയ്യിൽ, അതായത് റിസീവറിന്റെ കയ്യിലാണ് എന്ത്, പ്രൈവറ്റ് കീ ഉണ്ടാവുക. സോ ബോബിന്റെ അടുത്ത് എന്താ ഉണ്ടാവുക, പ്രൈവറ്റ് കീ ആണ് ഉണ്ടാവുക. സോ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ആലീസ് യൂസ് ചെയ്യുന്നത് പബ്ലിക് കീ ആണ്. മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ആലീസ് യൂസ് ചെയ്യുന്നത് എന്താണ്, പബ്ലിക് കീ ആണ്. ദെൻ ബോബിന്റെ കയ്യിൽ മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ബോബ് എന്ത് ചെയ്യും, പ്രൈവറ്റ് കീ യൂസ് ചെയ്തുകൊണ്ട് ആ മെസ്സേജ് ഡീക്രിപ്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് എന്ത്, അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി.